SSC CGL 2026 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി SSC CGL ദിശ അക്കാഡമിയോടൊപ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. എങ്ങനെയാണ് SSC CGL വേണ്ടി ദിശ അക്കാഡമി സ്റ്റുഡൻസിനെ ഒരുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CGL 2026 ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 22 ഇനി 10 ദിവസം മാത്രമേ ഉള്ളൂ. അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഇനി പ്രിപ്പയർ ചെയ്യാനായിട്ട് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ദിശ അക്കാഡമി SSC CGL 2026 ഏറ്റവും പുതിയതായിട്ടുള്ള കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ കോഴ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് SSC CGL നമുക്കൊരു പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാം. CGL എക്സാം എന്ന് പറയുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ടയർ 1, ടയർ 2 എന്ന് പറഞ്ഞ് 2 സ്റ്റേജ് പരീക്ഷയാണ്. ടയർ 1 ക്വാളിഫയർ മാത്രമാണ്. ടയർ 1 ക്വാളിഫൈ ആവുന്ന ആൾക്കാരെ മാത്രമായിരിക്കും ടയർ 2ലേക്ക് എടുക്കുന്നത്. ടയർ 2ന്റെ ഫൈനൽ മാർക്സിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ടയർ 1 ജസ്റ്റ് ക്വാളിഫയർ ആണ്. ക്വാളിഫയർ ആണെന്ന് പറയുമ്പോൾ പോലും ടയർ 1 ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കടമ തന്നെയാണ്. കാരണം ഈ വർഷം പുതുതായിട്ട് സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ സെക്ഷനും സെപ്പറേറ്റ് ടൈം, അതായത് 4 സബ്ജക്റ്റുകളാണ് നമ്മുടെ SSC CGL ടയർ 1 അത് മാത്സ്, റീസണിംഗ്, GK, ഇംഗ്ലീഷ്, ഇങ്ങനെ 4 സബ്ജക്ട്സ് ആണ്. ഇത് ഓരോന്നിനും 25 ചോദ്യങ്ങൾ ചെയ്യാൻ 15 മിനിറ്റ് മാത്രമായിരിക്കും കിട്ടുന്നത്. ഇതാണ് സെക്ഷണൽ ടൈമറിന്റെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷനിലേക്ക് പോകും. ഒരു സെക്ഷനിൽ നിങ്ങൾ സേവ് ചെയ്ത ടൈം മറ്റൊരു സെക്ഷനിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഏറ്റവും പുതുതായിട്ട് വന്നൊരു മാറ്റം. അതുപോലെ തന്നെ ടയർ 1 ക്വാളിഫൈ ആയി ടയർ 2 എത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവിടെയും സെക്ഷണൽ ടൈമർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സെക്ഷണൽ ടൈമർ രണ്ടാമത്തെ സ്റ്റേജിലും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനെ ഡിസൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റേജിലും വളരെ ക്രൂഷ്യൽ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അവിടെ രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിനൊക്കെ വ്യത്യാസമുണ്ട്. മാത്സിന് 30 ചോദ്യങ്ങൾ, റീസണിംഗിൽ നിന്ന് 30 ചോദ്യങ്ങൾ, ജനറൽ ലാംഗ്വേജ് ആൻഡ് കോമ്പ്രിഹെൻഷൻ 45 ചോദ്യങ്ങൾ, ജനറൽ അവയർനെസ് 25 ചോദ്യം, അങ്ങനെ 130 ചോദ്യങ്ങളിൽ നിന്നാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 130 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 3 മാർക്ക്, അങ്ങനെ 390 മാർക്കാണ് ഓവറോൾ ടയർ 2 വരുന്നത്. ഈ ടയർ 1 ഉം ടയർ 2 നും ശേഷം പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ഒക്കെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. സോ ഈ എക്സാം പാറ്റേൺ മനസ്സിലാക്കിയെങ്കിൽ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ബിഗിനേഴ്സിന് ഒരു റോഡ് മാപ്പ് എന്ന പേരിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ലാസ്റ്റ് വീക്ക് നമ്മുടെ ദിശ അക്കാഡമിയുടെ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇനി നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള മറ്റു കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ആരൊക്കെയാണ് ഈ ഒരു കോഴ്സ് SSC CGL 2026 നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ഫാക്കൽറ്റീസ് ആരൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദിശ അക്കാഡമി സ്പെസിഫിക്കലി SSC, റെയിൽവേ, ബാങ്കിങ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സെൻട്രൽ ഗവൺമെന്റ് ജോബുകൾ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും റിലേ ചെയ്ത് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ദിശ അക്കാഡമിക്ക് 5 ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. ഈ ഓഫ്ലൈൻ സെന്റേഴ്സിലും അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സ് വഴി ഒരുപാട് ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ലാസ്റ്റ് ഒരു വർഷം തന്നെ 250-ൽ പുറത്ത് ആളുകൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് മാത്രം നേടി നമ്മുടെ ദിശ അക്കാഡമിയിൽ നിന്നുള്ളത് വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ വളരെ സിൻസിയർ ആയിട്ട് സീരിയസ് ആയിട്ട് SSCയുടെ CGL പോലുള്ള പരീക്ഷകളോ റെയിൽവേയുടെ പരീക്ഷകളോ ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ബാങ്ക് എക്സാംസിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദിശ അക്കാഡമിയിലേക്ക് നിങ്ങൾ എത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ SSC CGL പരീക്ഷയുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ് നമ്മുടെ CGL 2026 കോഴ്സ് എടുക്കുന്നത്, ഫാക്കൽറ്റീസിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഫാക്കൽറ്റീസിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് നിത്യാമിസ് ആണ്. GK കുറെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നു. സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ് പോലെ, ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ നിത്യാമിസ് ആണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് പലർക്കും ഒരുപക്ഷെ നിത്യാമിസിനെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പരിചയമുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സിലേക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ് നിത്യാമിസ്. മിസ് ആയിരിക്കും നമ്മുടെ ഈ CGL 2026 നിങ്ങൾക്ക് വേണ്ടിയുള്ള GK സബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്. മിസ്സിന്റെ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ മിസ് ദിശ അക്കാഡമിക്ക് വേണ്ടി റിലീസ് ചെയ്ത ഒരു PDF ഉണ്ടായിരുന്നു, സ്റ്റാറ്റിക് GKയുടെ ഒരു PDF. അതിൽ നിന്ന് തന്നെ എത്രത്തോളം നമ്പർ ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു PDF മെറ്റീരിയൽസിൽ നിന്ന് വന്നതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് തന്നെ മനസ്സിലാക്കും മിസ് എന്തുമാത്രം കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മിസ്സാണ് നിങ്ങളെ GK സബ്ജക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫാക്കൽറ്റി എന്ന് പറയുന്നത്. പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ബിബിൻ സാറിനെയാണ്. ബിബിൻ സാർ പ്രത്യേകിച്ച് നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സിലൊക്കെ ക്ലാസ്സസ് എടുക്കുന്ന ഫാക്കൽറ്റി തന്നെയാണ് ബിബിൻ സാർ. ബിബിൻ സാറാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ബിബിൻ സാർ മാത്രമല്ല, ബിബിൻ സാറിന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ട്. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ബിബിൻ സാറാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പരിചയപ്പെടുന്നത്. കാരണം CGL പഠിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മാത്സ് നന്നായിട്ട് പഠിക്കുക. കുറെ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. അത് വളരെ
ഷോർട്ട് കട്ട് ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ ചെറിയ സമയത്ത് എങ്ങനെ പഠിക്കാം എന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ ഫ്രം ദ ബേസ് ആയിരിക്കും സാർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനകത്ത് തന്നെ ഈ വർഷം വന്ന സെക്ഷണൽ ടൈമർ 36 സെക്കൻഡ് അല്ലെങ്കിൽ 45 സെക്കൻഡിനുള്ളിൽ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്ന അപ്രോച്ചിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി ഗൈഡ് ചെയ്യാൻ വേണ്ടി ബിബിൻ സാർ അവൈലബിൾ ആണ്. നമ്മുടെ മാത്സ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്കൽറ്റി ബിബിൻ സാർ ആണ്. മാത്രമല്ല അതിന്റെ കൂടെ ഞാൻ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആര്യ മിസ് നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സിൽ ക്ലാസ്സസ് എടുക്കുന്ന ഫാക്കൽറ്റി തന്നെയാണ്. മിസ്സാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങിന്റെ ചില ഭാഗങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു ഫാക്കൽറ്റി. അപ്പൊ രണ്ടുപേര് വളരെ സ്ട്രോങ് ആയിട്ട് മാത്സിന് നിങ്ങളുടെ മുമ്പിലുണ്ട്. ആര്യ മിസ് ഉണ്ട്, അതുപോലെ തന്നെ ബിബിൻ സാറും ഉണ്ട്. രണ്ടുപേരും പ്രോപ്പർലി നിങ്ങളെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ആര്യ മിസ് റീസണിങ് സബ്ജക്ട് കൂടി നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ടോപ്പിക്കുകൾ ആര്യ മിസ് നിങ്ങൾക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ SSC പരീക്ഷയെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ്. പ്രത്യേകിച്ചും ടൈം മാനേജ്മെന്റ് ഒരു വ്യൂ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ട രണ്ട് ടോപ്പിക്കുകളാണ് മാത്സ് റീസണിങ്. അപ്പൊ അതിന് ഏറ്റവും സ്ട്രെങ്ത് ഉള്ള രണ്ട് ആൾക്കാരെ തന്നെയാണ് നമ്മൾ ഈ വർഷത്തെ CGL പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത പറയാനുള്ളത് ഇംഗ്ലീഷ് ഏറ്റവും വെയിറ്റേജ് ഉള്ള സബ്ജക്ട് ആണെന്ന് നമുക്കറിയാം. കാരണം രണ്ടാമത്തെ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് 45 ചോദ്യങ്ങളും 135 മാർക്ക് 390-ല് 135 മാർക്കുകളുമായിട്ട് ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഈ ഒരു സബ്ജക്റ്റിന് നമുക്ക് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയുന്ന ഫാക്കൽറ്റി തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദിവ്യ മിസ് ആണ് നിങ്ങൾക്ക് CGL പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ CGL എക്സാമിന്റെ ഇംഗ്ലീഷ് സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നത്. മിസ് പ്രോപ്പർലി നിങ്ങളെ റൂൾസ് പഠിപ്പിച്ച് ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്ത് പ്രാക്ടീസ് സെഷൻസുമായിട്ടായിരിക്കും മിസ് CGL ഈ ഒരു കോഴ്സിൽ നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് സയൻസ്, ഉറപ്പായിട്ട് GK അല്ലെങ്കിൽ GKക്കുള്ളിൽ വരുന്ന സയൻസ് സബ്ജക്ട് ഋഷിക മിസ് ആണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. മിസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ബയോളജിയും അതുപോലെ ഫിസിക്സും പോലുള്ള സബ്ജക്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് NCERT ടെക്സ്റ്റ് ബുക്സിനെ ബേസ് ചെയ്ത നോട്ട്സിനെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് തരുന്നത്. അപ്പൊ മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എല്ലാ ഫാക്കൽറ്റീസിനെ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരിചയം ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ എല്ലാ ക്ലാസ്സും നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. സോ അവരുടെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഫാക്കൽറ്റീസിന്റെ കൂട്ടത്തിൽ ഇനിയും അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയാൻ പറ്റുമോ, നെക്സ്റ്റ് ജിതിൻ സാർ നിങ്ങളുടെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സും GK സബ്ജക്റ്റും എടുക്കുന്നത് ജിതിൻ സാർ ആണ്. സാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് കമ്പൈലേഷൻ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കി. ഒരുപാട് ചോദ്യങ്ങൾ അടങ്ങുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓരോ പരീക്ഷയ്ക്കും വേണ്ടി എക്സാമിന് മുന്നോടിയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്രയും പേരാണ് നിങ്ങളുടെ ഈ ഒരു SSC CGLന്റെ ടീം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ഇതിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ CGL കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ലൈവ് ക്ലാസ്സസ് ആണ് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ റെക്കോർഡ് കോഴ്സ് നിങ്ങളുടെ സൗകര്യാർത്ഥം കാണാൻ പറ്റുന്ന റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. പിന്നീട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ സെപ്പറേറ്റ്ലി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും ആ ഗ്രൂപ്പ് വഴി നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്നതിനുള്ള ഉത്തരം കിട്ടാനും സഹായിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ ഒരു കോഴ്സ് മുമ്പോട്ട് പോകുന്നത്. മാത്രമല്ല ആപ്പിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ക്ലാസ് വർക്ക് മെറ്റീരിയൽ PDF ആയിട്ടും ടെസ്റ്റ് സീരീസുകളായിട്ടും ഒക്കെയുള്ള കണ്ടന്റുകൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനകത്ത് ലൈവ് ക്ലാസ്സസും അതിന്റെ ഡെമോ ക്ലാസ്സസും PDF നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള PDFകളും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സ് നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കോഴ്സ് ലൈവ് കോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഫീസ് 5000 ആണ് ടോട്ടൽ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഇത് ഇനിഷ്യലി എൻറോൾ ചെയ്യുന്ന ആൾക്കാർക്ക് സെപ്പറേറ്റ് ഡിസ്കൗണ്ടുകൾ വരുന്നുണ്ട്. നിങ്ങൾ ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, സീരിയസ്ലി സിൻസിയർലി നിങ്ങൾ SSC CGL പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഉള്ള ഓപ്ഷൻസിൽ ഒന്നാണ് ഒരു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്, അതായത് ചിലപ്പോൾ ചിലർക്ക് നേരിട്ട് ഓഫ്ലൈൻ സെന്ററിൽ വന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവർക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ടാകും, ജോലി ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്ന പല തിരക്കുകളുടെ ഇടയിലായിരിക്കും. ചിലപ്പം അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഓഫ്ലൈൻ സെന്ററിൽ വന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് എൻറോൾ ചെയ്ത് കംപ്ലീറ്റ് കണ്ടന്റുകൾ കംപ്ലീറ്റ്ലി ഓരോ ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഈ വർഷത്തെ CGL വരുന്ന വർഷത്തിലേക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ഒക്കെ ഇത് ഉപകരിക്കുന്നതാണ്. കാരണം SSC എക്സാംസിനും റെയിൽവേ എക്സാംസിനും ബാങ്ക് എക്സാംസിനും മാത്രമാണ് SSC കോച്ചിങ്ങിന്റെ കൂടെ ദിശ അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ദിശ അക്കാഡമിയുടെ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് തീർച്ചയായിട്ടും SSCയുടെ തന്നെ കണ്ടന്റുകൾ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് വളരെ പ്രോപ്പർ ആയിരിക്കും. നിങ്ങൾ മെനക്കെട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ടീം വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിശ അക്കാഡമിയിലൂടെ SSC റെയിൽവേ ബാങ്കിങ് പരീക്ഷകൾ ക്ലിയർ ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് ജോബുകളിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരോടൊപ്പം നിങ്ങൾക്കും
ജോലിക്ക് കയറണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഓൺലൈൻ കോഴ്സ്. താല്പര്യമുള്ളവർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സസ് ചെക്ക്ഔട്ട് ചെയ്ത് ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻറോൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ദിശ അക്കാഡമിക്ക് 5 ഓഫ്ലൈൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്. കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, കോഴിക്കോട്, തൃശ്ശൂർ ഈ 5 ഓഫ്ലൈൻ സെന്റേഴ്സിലും ഇത്തരത്തിലുള്ള കോഴ്സസിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് അവിടെ ക്ലാസ്സസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക്, വളരെ സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എൻറോൾ ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് SSC CGL പരീക്ഷ 2026 എഴുതുന്നവരാണെങ്കിൽ എന്തെങ്കിലും സംശയം ഇത്തരത്തിലുള്ള പരീക്ഷയെ പറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കമന്റുകളായിട്ട് ചോദിക്കുക. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.